ഒരു കാര്യം എഫക്റ്റീവായി ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ്. നമ്മൾ ആ കാര്യം ചെയ്ത് കഴിഞ്ഞതായിട്ട് മനസ്സിൽ കാണുക. അപ്പോൾ അത് എത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത് നോക്കുക. ആ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ചെയ്തിപ്പോൾ ഉദാഹരണം നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ വേണം, അല്ലെങ്കിൽ നമുക്കൊരു കറി ഉണ്ടാക്കി തീർക്കണം. അപ്പോൾ ആ കറി കഴിച്ചപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്നുള്ള ആദ്യം മനസ്സിൽ കാണും. കസ്റ്റമേഴ്സിന് കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞ് എന്നുള്ളത് മനസ്സിൽ കാണുക. ഇപ്പോൾ 2 മാർഗ്ഗങ്ങളാണ് പറയുന്നത്. അതിന് തൊട്ട് മുന്നെന്താണ് ആ കറി നമ്മൾ കൊടുത്ത രീതി. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിൽ എന്താണ്, ആ കസ്റ്റമേഴ്സ് അവർ പൈസ തരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞപ്പോൾ ലാസ്റ്റ് എന്ത് പറഞ്ഞപ്പോൾ കിട്ടി, അങ്ങനെ ബാക്കിലേക്ക് ചിന്തിക്കണം. അതിന് മുന്നപ്പോൾ എന്തായിരിക്കും നമ്മൾ ചെയ്തത്, ആ കറിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കാണും, കസ്റ്റമറിനോട് എന്തൊക്കെ പറഞ്ഞു, ബാക്കിലോട്ടോ വീണ്ടും അതിനുവേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്തതാണ്, വീണ്ടും ബാക്കിലേക്ക് വരിക. അപ്പം നമ്മളുടെ രീതികൾ, നമ്മളുടെ മുഖഭാവം എങ്ങനെയായിരുന്നു, നമ്മളുടെ സംസാരം എന്തായിരുന്നു, നമ്മൾ എന്തൊക്കെ കണ്ടു, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മളുടെ ഡ്രസ്സിങ് എങ്ങനെയായിരുന്നു, ഇതെല്ലാം നമ്മൾ ബാക്കിലോട്ട് കാണും. എവിടെ ഇരുന്നാണ് അവർ കഴിച്ചത്, എവിടെ ഇരുന്നാണ് അവർ പൈസ തന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ബാക്കിലേക്ക് കാണും. എന്നിട്ട് അതെല്ലാം നടന്നതായിട്ട് ബാക്കിലോട്ട് ഫുൾ കണ്ടതിന് ശേഷം ഇപ്പോഴത്തേക്ക് നമ്മൾ എത്തുക. എന്നിട്ട് അതെല്ലാം റിപ്പീറ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇത് മനസ്സിൽ കണ്ണടച്ച് കണ്ട് നോക്കിയതിന് ശേഷം ആ കർമ്മം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവും. ഉദാഹരണം, ഒരു ചെടി നടണം. അപ്പോൾ ചെടി അവിടെ നല്ലപോലെ ഉണ്ടായി നിറച്ച് മുട്ടുകളൊക്കെ ആയി നല്ല പൂക്കളൊക്കെ ആയതും അല്ലെങ്കിൽ കായ്ഫലങ്ങളൊക്കെ ആയത് ആദ്യം കാണുക. എന്നിട്ട് ആ ഏരിയയിൽ അവിടെ നിൽക്കുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് അപ്പോൾ എത്ര ഏരിയ വേണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് ആ കുഴിക്കാനുള്ള നമ്മൾ ചെയ്തു, അതിന് വളം ഇട്ടത് ചെയ്തു, അതിന് വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിന് കറക്റ്റ് വെയിൽ കിട്ടും, ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. ശേഷം അപ്പോൾ ആ കുഴിക്ക് എത്ര ആഴം വേണം, കുഴി എത്ര നേരം കുഴിക്കേണ്ടി വരും, അതിനെങ്ങനെയാണ് കുഴിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. ശേഷം ആയുധങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ണടച്ച ഉടനെ നമുക്ക് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് മനസ്സിൽ ഫിക്സ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് വേണം ആ കർമ്മം ചെയ്യാൻ. അപ്പോൾ അതൊരു സങ്കല്പം കൂടെയാണ്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ അവിടെ വരും. ഇതേപോലെ ഓരോ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തടസ്സമുണ്ട്, ആ തടസ്സം മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് വരും. അപ്പോൾ ആ കാഴ്ചപ്പാടിലുള്ള ആ പ്രയാസങ്ങൾ, ആ പാടുകൾ നമുക്ക് മാറ്റിയിട്ട് ആ കാഴ്ചയെ സുവ്യക്തമാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈ ഒരു ചിന്ത നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് വേണം. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ശരി, അത് അപ്പോൾ കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്താൻ തുടങ്ങും. ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും.